അടുത്തതായി പൊള്ളൽ അല്ലെങ്കിൽ ബേൺസ്. വീട്ടിനുള്ളിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടാകാം. തക്ക സമയത്ത് തന്നെ പ്രാഥമിക ശുശ്രൂഷ ചെയ്യുകയാണ് പ്രധാനം. ഇത്തരത്തിൽ എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് പൊള്ളൽ. പൊള്ളലേറ്റാൽ ഉടൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പ്രാഥമിക ശുശ്രൂഷകൾ അറിയാം. വെള്ളമൊഴിച്ചോ നനഞ്ഞ തുണി കൊണ്ടോ മൂടി തീ കെടുത്താൻ ശ്രമിക്കുക. പൊള്ളലേറ്റ വ്യക്തിയെ ഓടാൻ നടക്കാൻ അനുവദിക്കരുത്. ധാരാളം പുക ശ്വസിച്ചാൽ തുറന്ന വായു സഞ്ചാരമുള്ള സ്ഥലത്ത് വിശ്രമിക്കാൻ അനുവദിക്കുക. പൊള്ളലേറ്റ ഭാഗത്ത് സാധാരണ ജലത്തിൽ കഴുകുക. ഐസ്, തേൻ, പേസ്റ്റ് എന്നിവ ഉപയോഗിക്കരുത്. പൊള്ളലേറ്റ ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ബലമായി വലിച്ചെടുക്കുന്നത് ഒഴിവാക്കുക. ബോധമുള്ള രോഗിയാണെങ്കിൽ കുടിക്കാനായി ധാരാളം വെള്ളം കൊടുക്കുക. പൊള്ളലേറ്റ ഭാഗത്ത് കുമിളകൾ പൊട്ടിക്കരുത്. രോഗാണു വിമുക്തമായ തുണി ഉപയോഗിച്ച് പൊള്ളലേറ്റ ഭാഗം ഡ്രസ് ചെയ്യുക. ഒട്ടുന്ന തരത്തിലുള്ള ഡ്രസ്സിംഗ് ഒഴിവാക്കുക. പൊള്ളലേറ്റിട്ടുണ്ടാകുന്ന കുമിളുകൾ പൊട്ടിക്കരുത്. രോഗിയെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലെയോ അല്ല ആരോഗ്യ വിദഗ്ധരെ എത്തിക്കേണ്ടതാണ്. മുറിവുകൾ ചെറിയ മുറിവുകളുമുണ്ട്, വലിയ മുറിവുകളുമുണ്ട്. ചെറിയ മുറിവുകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. മുറിവേറ്റ സ്ഥലം ഉണങ്ങാൻ അനുവദിക്കുക. വൃത്തിയുള്ള തുണി കൊണ്ട് മുറിവേറ്റ സ്ഥലത്ത് മുറിവ് കവർ ചെയ്യുക. മുറിവേറ്റ സ്ഥലം നമ്മുടെ ഹൃദയത്തിനു മുകളിലായി ഉയർത്തി വെക്കുക. വലിയ മുറിവുകൾ രോഗിയെ സമാധാനപ്പെടുത്തുക. രക്തപ്രവാഹം കുറയുന്നതിനായി മുറിവേറ്റ ഭാഗം നിശ്ചലമാക്കുക. മുറിവേറ്റ ഭാഗത്ത് നല്ല ബലം ഉപയോഗിച്ച് ഡ്രസ്സിംഗ് കൊടുക്കുക. തറച്ചു കയറിയ കഷ്ണങ്ങൾ മാറ്റരുത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോശഭാഗങ്ങൾ അകത്തേക്ക് തള്ളി വെക്കാൻ ശ്രമിക്കരുത്. രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. അടുത്തതായി ഒടിവുകൾ, വീഴ്ചകൾ, വാഹനാപകടങ്ങൾ പോലുള്ള അസ്ഥികൾക്കുണ്ടാകുന്ന ശക്തമായ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ അവസ്ഥയാണ് അസ്ഥി ഒടിവ്. അസ്ഥി ഒടിവ് സംഭവിക്കുന്നതിന് നിരവധി വ്യത്യസ്ത മാർഗങ്ങളും ഉദാഹരണങ്ങളും ഉണ്ട്. ചർമ്മത്തിൽ മുറിവുണ്ടാകാത്ത അസ്ഥി ഒടിവാണ് അടഞ്ഞ ഒടിവ് എന്ന് നിർവചിച്ചിരിക്കുന്നു. ചർമ്മത്തിൽ മുറിവുണ്ടാക്കുന്ന കൂടുതൽ ഗുരുതരമായ ഒടിവാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ തുറന്ന ഒടിവുകൾ എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ നോക്കാം. കഠിനമായ വേദന, വീക്കം, ചതവ്, ബാധിത പ്രദേശങ്ങൾ ചുറ്റുമുള്ള ചർമ്മത്തിലെ നിറമാറ്റം. ഒടിവിന്റെ ഫലമായി ബാധിത പ്രദേശങ്ങൾ ഒരു വളവ് സംഭവിക്കാം. ഒടിവ് സംഭവിച്ച ഭാഗം നീക്കാൻ കഴിയാത്ത അവസ്ഥ. ഒടിവ് തുറന്നതാണെങ്കിൽ ചർമ്മത്തിലെ മുറിവ് രക്തസ്രാവം ഉണ്ടാകും. വലിയ അസ്ഥികളാണെങ്കിൽ, അതായത് തുടയെല്ല്, പെൽവിസ് സംഭവിച്ചാൽ മറ്റു ലക്ഷണങ്ങൾ ചർമ്മം വിളറിയത്, ഓക്കാനം, ബോധക്ഷയം ഉണ്ടാകാം. പ്രാഥമിക ശുശ്രൂഷ. ഒടിഞ്ഞ ഭാഗം ചലിപ്പിക്കാനാവാത്ത വിധം സ്ലിങ്ങോ സ്പ്ലിന്റോ എന്നിവ ഉപയോഗിച്ച് നിശ്ചലമാക്കി വെക്കുക. പരിക്കേറ്റ ആളുടെ സൗകര്യമനുസരിച്ച് വേദന അനുഭവപ്പെടാത്ത വിധത്തിലായിരിക്കണം പരിചരണം നൽകേണ്ടത്. രക്തമൊഴുകുന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ അതിന് അനുസൃതമായ പ്രാഥമിക ശുശ്രൂഷ നൽകണം. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം നൽകുക. ഒരു കാരണവശാലും രോഗിക്ക് ഭക്ഷണമോ വെള്ളമോ നൽകാൻ നോക്കരുത്. അടുത്തതായി ചോക്കിംഗ് അഥവാ അന്യ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങുന്നത് മൂലം ശ്വാസതടസ്സം ഉണ്ടാകുന്ന അവസ്ഥയെ ചോക്കിംഗ് എന്ന് പറയുന്നു. പത്രമാധ്യമങ്ങളിൽ നിത്യേന വരുന്ന ഒരു അപകട വാർത്തയാണ് ചോക്കിംഗ് അഥവാ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയുള്ള മരണം. ഈ അവസ്ഥ കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഉടനടി പ്രാഥമിക ശുശ്രൂഷ കൊടുത്താൽ നമുക്കൊരു ജീവനെ രക്ഷിക്കാൻ കഴിയും. എന്തുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടാകുന്നു? ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് കൊണ്ടും കൂടുതൽ ഭക്ഷണങ്ങൾ ഒരേ സമയം കഴിക്കാൻ ശ്രമിക്കുന്നതും കൊണ്ടും ഒക്കെ ചോക്കിംഗ് സംഭവിക്കും. കുട്ടികളിലും വയോധികരിലും ഈ അപകടാവസ്ഥ ഉണ്ടാകുന്നു സാധ്യത. മറ്റുള്ളവരെക്കാൾ കുട്ടികളിലാണ് ഈ അപകടം കൂടുതൽ. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, നാണയങ്ങൾ, ബലൂൺ, കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയൊക്കെ ചോക്കിങ്ങിന് കാരണമാകുന്നു. എങ്ങനെ മനസ്സിലാക്കാം? ശ്വാസം എടുക്കാനോ സംസാരിക്കാനോ സാധിക്കുന്നില്ല. അവർ അവരുടെ കൈകൾ തൊണ്ടയിലും കഴുത്തിലും അമർത്തി പിടിക്കുന്നു. ശ്വാസ തടസ്സം കാരണം
ഓക്സിജന്റെ അളവ് കുറയുന്നു. ഓക്സിജന്റെ അളവ് കുറയുന്നത് കാരണം വ്യക്തിയുടെ മുഖം നീല കളർ ഫീൽ ചെയ്യുന്നു. നാം എന്ത് ചെയ്യണം? ആ വ്യക്തിയുടെ പുറകിൽ നിന്ന് 2 കൈമുഷ്ടികളും ചേർത്ത് പൊക്കിളിന് മുകളിലായി നെഞ്ചിന് താഴെ വയറിന് അകത്തേക്കും മുകളിലേക്കായി ശക്തിയായി അമർത്തുക. ഈ പ്രക്രിയ തൊണ്ടയിൽ കുടുങ്ങിയ ആഹാരം അല്ലെങ്കിൽ പദാർത്ഥം പുറത്തു വരുന്നത് വരെ തുടരുക. വ്യക്തി ശ്വാസം നിലച്ച അബോധാവസ്ഥയിലായാൽ ഉടൻ ആംബുലൻസ് വിളിക്കുകയും CPR നൽകുകയും വേണം. തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു വായ് തുറക്കുമ്പോൾ കാണാൻ പറ്റുന്നുവെങ്കിൽ അല്ലെങ്കിൽ പുറത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം അതിനായി ശ്രമിക്കുക. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കുഞ്ഞുങ്ങളെ നമ്മുടെ കൈകളിൽ കമഴ്ത്തി കിടത്തി അവരുടെ തോളലിന് മധ്യഭാഗത്തായി കൈപ്പത്തി ഉപയോഗിച്ച് ശക്തിയായി 5 പ്രാവശ്യം അടിക്കുക. കുഞ്ഞ് അബോധാവസ്ഥയിൽ ആയാൽ ആംബുലൻസ് വിളിക്കുക. ഉടനടി CPR തുടങ്ങുകയും ചെയ്യുക. അടുത്തതായി സീഷർ അല്ലെങ്കിൽ അപസ്മാരം. അപസ്മാരം എന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു സാധാരണ അവസ്ഥയാണ്. ഇതിൽ ഒരു വ്യക്തിക്ക് പ്രകോപനമില്ലാതെയും ആവർത്തിച്ചുള്ള അപസ്മാരം ഉണ്ടാകാനുള്ള പ്രവണതയുണ്ട്. അപസ്മാരം ബാധിച്ചവരിൽ 70% പേർക്കും മരുന്നുകൾ ഉപയോഗിച്ച് അവരുടെ അപസ്മാരം നിയന്ത്രിക്കാൻ കഴിയും. അപസ്മാരം വന്ന ആൾക്ക് കൊടുക്കുന്ന പ്രാഥമിക ചികിത്സ: രോഗിയെ സാവധാനം നിലത്ത് ഒരു വശത്തേക്ക് തല ചരിച്ചു കിടത്തുക, ഇറിയ വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കുക, ശ്വാസ തടസ്സം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു വസ്തുവും വായിലേക്ക് ബലമായി കയറ്റാനോ വായ് തുറപ്പിക്കുവാനോ പാടില്ല. നാവ് കടിച്ചു മുറിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പല്ലുകൾക്കിടയിൽ ശ്വാസതടസ്സം നേരിടാത്ത രീതിയിൽ തുണി വയ്ക്കുക. വിഭ്രാന്തി അവസാനിക്കാതെ ഒരിക്കലും രോഗിയെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കരുത്. വിഭ്രാന്തി അവസാനിച്ചു കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് ചരിച്ച് അവരുടെ വായിലെ തടസ്സങ്ങൾ നീങ്ങുവാൻ സഹായിക്കുക. പെട്ടെന്ന് വൈദ്യസഹായം ലഭിക്കുക. തല ചരിച്ചു കിടത്തുക. നുരയും പതയും തിരിച്ച് വായിലേക്കോ മൂക്കിലേക്കോ പ്രവേശിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ കിടത്തുക. താക്കോലോ ഇരുമ്പോ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.